ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ഗോഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനൊരു കേസ് നമ്മളിവിടെ ഇത്രയും നാളെ നമ്മളൊന്നും ചെയ്തില്ല കേസ്. എന്തുട്ടാണല്ലേ കേസ്. ഇതൊക്കെ ഞാൻ തേർഡ് പേഴ്സൺ വ്യൂവിലൊക്കെ ചെയ്യണം. എന്ത് ചെയ്യണം അതൊക്കെ ഞാൻ എന്തൊക്കെ ചുമ്മാ എന്തൊക്കെയോ ചെയ്തപ്പോൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കിയപ്പോൾ കിട്ടി കേസ്. ഞാൻ ഒരു പ്രോഗ്രസ്സും ഇല്ല കേസ്. ആകെ ഇത്ര മാത്രമേ കേസ് ഞാൻ പ്രോഗ്രസ് ചെയ്തുള്ളൂ. ഒരു ഉമ്പിടിപ്പോ ഒരു തട്ടിക്കൂട്ട് വീട് കേസ്. തട്ടിക്കൂട്ട് വീട് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടല് കേസ്. നമ്മളില്ലല്ലോ അവിടെ ലാഭം ഉണ്ടായിരുന്നു, എനിക്കറിയാലോ കേസ്. അവിടെ നിന്ന് ഒപ്പിച്ചതാ. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഒരു 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 സ്പോണറല്ല, പക്ഷെ എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഇത് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺ ആവും, ഇടയ്ക്കിടെ ചിലപ്പോൾ ഒന്നും സ്പോൺ ആവത്തില്ല കേസ്. ഇന്നിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി കേസ്, നമുക്ക് ഫോർട്രസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണം. ഇതിനു മുമ്പ് എനിക്ക് ബക്കറ്റ് എല്ലാം കൊണ്ട് വയ്ക്കണം. എൻ്റെ കൈ ഒന്ന് ഫുള്ളൊന്ന് ഷോർട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു മോഡ് കണക്ക് ഇതങ്ങ് എടുത്തിട്ട് കേസ് നമ്മളെ വീട് ഫുള്ള് സെറ്റപ്പാണ്. ഹൈടെക്കാണ് നമ്മളെ വീട്. ഇപ്പം എൻ്റെ വുഡ് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ, സ്റ്റോണിലാണ്. പിന്നെ നിങ്ങൾ ഇതിന് ഒരു കാര്യം കാണിച്ചെന്ന് നെറ്റെടുക്കും. ഇതിനും മാത്രം ഫുഡ് നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കേസ്. എൻ്റെ അടുത്ത് എങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. എനിക്ക് ഫുഡ് ഒട്ടും ഇല്ലാത്തപ്പോൾ ഞാൻ ഇറങ്ങും, മൈനിങ്ങിനുള്ള പരിപാടി സെറ്റാക്കും. ഫുഡിനുള്ള പരിപാടികൾ സെറ്റാക്കുക. അതെനിക്ക് ഫുഡ് ഇതൊക്കെ ചില സമയത്ത് ചെയ്യാനുള്ളതാണ്. ഇപ്പം എന്ത് ഫുഡ് എടുക്കട്ടെ? തൽക്കാലം കുറച്ച് ഉപ്പ് ഇരിപ്പുണ്ട്, അതെടുക്കാം. കുക്കടല്ലാത്ത അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുക്കടാക്കണം. ഇതിങ്ങോട്ട് എടുത്തേക്കാം കേസ്. നമുക്ക് അത്യാവശ്യത്തിനുണ്ട് കേസ്. ഇവിടെ അത്യാവശ്യത്തിന് കോളുണ്ട്. ഇതല്ല കേസ് നമ്മളെ ഫർണസ് ഉണ്ട് കേസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കട്ടെ. എല്ലാത്തിനും ഞാൻ ഒരു മോഡ് കണക്കങ്ങനെ ആക്കിയിട്ട് തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ നമ്മുടെ കുക്കിംഗ് ഏരിയയാണ് കേസ്. അത് ഞാൻ തോനെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ക്രിയേറ്റീവ് വേൾഡിൽ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ടാണ് കേസ്. ഇതിൻ്റെ അകത്തുണ്ടാക്കി ക്രിയേറ്റിൽ ഉണ്ടാക്കിയ വേറെ കേസ്. ക്രിയേറ്റിൽ ഉണ്ടാക്കിയ നല്ല വ്യത്യാസമുള്ളതായിരുന്നു. കുറച്ച് അയൺ ഇരിക്കുന്നുണ്ട്. ഇത് കൂടെ എടുത്തൊന്ന് സ്മൈറ്റ് ചെയ്യണം. ഇതിനാ ചുമ്മാ ഇങ്ങനെ അയൺ ഇരിക്കണം. എനിക്ക് കോള് ഞാൻ നേരത്തെ എടുത്ത് മാറ്റണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതൊന്നും വെച്ചില്ലായിരുന്നു. നമുക്കൊരു കാര്യം കൂടെ എടുക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഇത് കിട്ടിയ ഓർമ്മ ഉണ്ടോ? നമുക്കതും കൂടെ വേണമെങ്കിൽ കാരണം നമ്മൾ നെതറാണ് കയറണം. ഈ സമയത്ത് പണി വരുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. തൽക്കാലം ഇപ്പം ഇത്ര ഇരിക്കട്ടെ ഗൈസ്. നമ്മളെ ഇത് ഭയങ്കര കുറവാണ് ഗൈസ്. ബെഡ് എന്തായാലും ഓർഡർ ഇരിക്കട്ടെ. നമുക്ക് നെതറിൽ ബെഡിൻ്റെ ആവശ്യം ഇല്ല. വെള്ളത്തിൻ്റെ ആവശ്യം നെതറിൽ ചെന്നാൽ വരില്ല. എന്തായാലും വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഓർഡർ ഇരിക്കട്ടെ ഗൈസ്. തൽക്കാലം ഇൻട്രി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് കയ്യിൽ വെച്ചേക്കുന്നതാണ്. നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തോണ്ട് പോകാൻ ഗൈസ്.
കുഞ്ഞടാ ഉണ്ട് ഗൈസ്. ഞാൻ നൈറ്റ് എൻ്റെ മൂഡ് ഞാൻ നൈറ്റിൻ്റെ ഒരു കൈ തട്ടി അവിടെ ഓണായിട്ട് പോയി ഗൈസ്. ഞാൻ അതാണ് ഗൈസ് ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയ പ്രശ്നം അത് നോക്കിയപ്പോഴാണ് ഗൈസ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കയറി വന്ന. ഇത് സത്യം പറയാൻ വോയിസ് ഇല്ല. ബാക്ക്ലോക്ക് വോയിസ് എനിക്ക് ഫുള്ളാക്കി വേണം. ചങ്ക് ഓർഡർ കഴിച്ച് വീഡിയോൻ്റെ അകത്താണ് മറ്റേ കിടക്കണം. ഇത് മറ്റേത് എവിടെ കിടക്കണുണ്ട്. നിക്ക് 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 ഗെയിം കൺട്രോൾസിലാങ്ങാണ്ടാണെന്നാണ് പറയുന്നത്. ഡേ എന്നും പറഞ്ഞൊരു ഇത് റിസോഴ്സ് പാക്ക് അല്ല, നമ്മൾ ഇത് കിടപ്പുണ്ട് ഒള്ളിയുടെ. ഓ ഇവിടെ എല്ലാം ശരിയാക്കിയെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. തോന്നി നാളെ ലോഡി ആണല്ലേ ചെന്ന് വീണ ഫോർട്രസിലായിരിക്കണ തമ്പുരാനെ. ഡസാൾട്ട് ഡെൽറ്റ വേഗം എനിക്ക് വേണ്ട. ഓ എന്ത് ലക്കാടാ. എൻട്രി ഡിസ്റ്റൻസ് കൂട്ടിയിടേണ്ടി വരും. ടീമൊന്നും വേണ്ട. ഇതൊക്കെ ഇപ്പോഴാണ് കൺട്രോളിൽ നിന്ന് മാറ്റിടുന്നു. എൻട്രി ഡിസ്റ്റൻസ് എല്ലാ എക്സ്പീസ് എല്ലാം ചെയ്യാവുന്നുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് ബ്രിഡ്ജ് ഇറിഗേഷൻ 2 ഡിസ്റ്റൻസിനെയും കുറച്ചിട്ട് കേസ്. ലാസ്റ്റ് അടിച്ച് ഞാനൊന്ന് ഇതിലോട്ട് നമ്മളെ ഇതിലോട്ട് പോയി. എന്തോ ഡിസ്റ്റൻസ് കൂട്ടി കുറച്ചിട്ട് കൂട്ടി. എൻ്റെ പൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അമ്മാതിരി FPS തന്നെ അടിക്കണേ. FPS ഇത് നിങ്ങളൊരു സ്കേറ്റിന്റെ സൗണ്ട് കേട്ടില്ലേ? ഇത് ഇതിൻ്റെ അകത്താണ്. പൊട്ട് കൊള്ളാം, വേണ്ടായിരുന്നു. കണ്ട കേസ് ഇതാണ് കേസ്. എന്താ റേറ്റിംഗ് അറിയുന്നതാണ് സംഭവം. ഇവിടെ നിന്നാണ് കേസ് ഞാൻ ഒരുപാട് XP ഒക്കെ ഒപ്പിക്കുന്നത്. ചില സമയത്ത് എൻ്റെ മറ്റുള്ള പിക്കെക്സ് ഒക്കെ പൊട്ടാറായപ്പോൾ ഇവിടെ നിന്നാണ് കേസ് XP ഒപ്പിച്ച് അത് മെൻഡ് ചെയ്തത്. എനിക്ക് എന്തായാലും ആ ഒരു പിക്കെക്സ് എനിക്ക് പോകരുത്. എനിക്കാണ് അപ്പുറത്തൊന്നും ഇതൊക്കെ ഇങ്ങനെ അത് കിടക്കട്ടെ.
ചത്ത ചത്ത് ചത്തില്ലടാ. എന്തറാ സൈഡിൽ ഞാൻ അതെങ്ങനെ ഒരു മോളുണ്ട് അത് ഞാൻ എടുത്തിട്ട് നൈസ് അല്ലേ കണ്ട സ്പീഡ് ബ്രിഡ്ജിങ് കണക്ക് തോന്നുന്നു തോന്നുന്നു. സ്പീഡ് ബ്രിഡ്ജിങ് ഒന്നും അല്ല, എന്നാലും സ്പീഡ് ബ്രിഡ്ജിങ് തോന്നും ഗൈസ്. അതും പോയി. ഇവിടെ എത്ര അടിക്കണ തീർന്നു. എന്റെ സാധനങ്ങളൊന്നും പോവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം പോയി. എടാ എന്റെ ഫുഡ് എത്രയാണ്? എന്റെ ബെഡ് ഇവിടെ അല്ലല്ലേ. ശരിക്കും കഷ്ടമാണ്. ഞാൻ എന്ത് വൃത്തിയട്ട ബയോമിലാ സ്പോണായ. ഒരു മിനിറ്റ് ഗൈസ്, ഈ ക്യാരക്ടർ ഒന്നും മാറ്റാൻ പറ്റില്ല. ഓ ഞാൻ വീണ്ടും അത് ഓണാക്കിയിട്ട് ഗൈസ് എന്റെ ഫോനാണ്. ഞാൻ ഈ ഒരു സാധനം ഓണാക്കി ഓഫാക്കുകയും ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നല്ല. ഇതാണ് സീൻ. ഇത് മാത്രമാണ് സീൻ. ഞാൻ എന്തെങ്കിലും പിടിച്ചേക്ക് ഉണ്ട് ഇത് പോവും. സംഭവം ഗൈസ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ സാധനങ്ങൾ പോയി എടുക്കാൻ പറ്റുമോ നോക്കട്ട്. എടാ നിറച്ചുണ്ടായിരുന്നടാ. നിറച്ചെന്ന് വെച്ചാലും നല്ല സാധനം. എനിക്ക് മാക്സിന് എനിക്ക് ബോധാ എടാ ബോധരണേടാ. ചാവ് ബോധരണേ. എനിക്ക് തന്നില്ല. ചത്തതും ഇല്ല. ആ ബോധരണേടാ. ബോധരണേ അല്ലെങ്കിൽ സ്പൈഡറിനെ കൊല്ല ഇറങ്ങണോടെ.
മൈൻക്രാഫ്റ്റിൽ കണ്ടുപിടിച്ചാൽ മതി എനിക്ക്. എന്തടിയോടെ അടിക്കണോ എയിം ബോട്ട്. ഇതുകൊണ്ടാണ് എല്ലാം അവനെ എംബോട്ട് എന്ന് വിളിക്കുന്നത്. പുറത്തിറങ്ങി അടിക്കും അവൻ. ചുമ്മാണ്ടല്ലോ അവനെ എയിംബോട്ടെന്ന് പേര് വന്നു. എയിമുള്ള കൊടുത്തിട്ടവൻ. എന്തിനാണ് ആ സ്കെലിറ്റിന് ഇത്ര എയിം കൊടുത്തേക്കണോ? ഒരു ബോയും കൊടുക്കാൻ മതി. നമുക്ക് തരണം അതൊക്കെ. അമ്മച്ചി സ്പീഡ് ബ്രിഡ്ജ് കണക്ക് ചെയ്യാൻ നോക്കി. ചത്ത് ഇവിടുന്ന് ചത്ത്. എടാ സ്കെൽട്ടണേ, എനിക്ക് ആരോ തരണ്ട. ബോ അവിടെ ഇട്ടേക്കണേ. വേണ്ട ആരോയും വേണ്ട. അയ്യോ 5 മിനിറ്റ് കഴിഞ്ഞാണ്. സാധനങ്ങളെല്ലാം ഡിസ്കൗണ്ടായി. തൊന്നൂക്കാടടി കട്ടക്കൂറുമ്പേ 5 മിനിറ്റൊന്നും ആയെന്ന് പറയരുത്. 5 മിനിറ്റ് ആയെന്ന്. എന്തിറാ ലോണാവ് മാത്രമല്ല എന്തൊക്കെയോ ഉണ്ടല്ലോ എന്റെ ചെസ്റ്റ്. എന്റെ ബാക്കി എന്റെ പിക്കാക്സ് എല്ലാം പോയി. ഞാൻ അവിടെ എത്തിയിട്ട് എനിക്കൊരു എന്തായാലും ഗോൾഡ് പോയി. ഗോൾഡ് മൂട്ട് അത് പോട്ട്. എനിക്ക് സീനുമില്ല. എന്നാലും ഗോൾഡ് വലിയ കുത്തകയല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്റെ തളാവിന് പോകും. 48. ഞാൻ ഒരു അയൺ ഫാം നോക്കട്ടുള്ള ഒരു ബ്രീഡർ വേണോ? അതെ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ചെയ്യണം. ഇതെന്തായാലും എനിക്ക് നെതർ എക്സ്പ്ലോർ ചെയ്തിട്ട് മതിയായി. നെതർ എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് മതിയായി. എനിക്കിപ്പോ ചെസ്റ്റ് പ്ലേറ്റും ഇല്ല. നെതർ എക്സ്പ്ലോർ ചെയ്തിട്ട് ചെസ്റ്റ് പ്ലേറ്റും ഇല്ല, ലെഗിൻസും ഇല്ല. നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല, ബൂട്ട് ഇല്ലാണ്ടായി, എല്ലാം ഇല്ലാണ്ടായി. ഒരു സോഡ് ഉണ്ടാക്കണം. ഉണ്ടാക്കണം. ഒരു ശൗര്യം ഉണ്ടാക്കണം. ഇതെല്ലാം ഒരു ഓർഡറിന് എടുത്ത് വെക്കണം. എനിക്ക് നേരത്തെ എനിക്ക് പറ്റിയ പറ്റത. ഇതെല്ലാം ഒരു ഓർഡറിന് എടുത്ത് വെച്ചില്ല. ഇനി ഞാൻ ചാവുകയാണ് എന്തായാലും. എനിക്കൊരു ആനുവൽ ഉണ്ടാക്കലെല്ലാം ഉണ്ട്, പക്ഷേ ഉണ്ടാകുന്നില്ല. വയ്യ, വിചാരിച്ചതാണ്. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇവിടെ നിന്ന് ഒരു കേവ് ഉണ്ടാക്കി ഒരു മൈൻ ചെയ്തങ്ങ് പോയി എന്തെങ്കിലും എനിക്ക് ഏതെങ്കിലും ഒരു സ്പോണ്ടർ കണ്ടുപിടിക്കണം. ഈ ഒരു സാധനം ഇങ്ങോട്ട് തന്നാ എനിക്ക് 2 എണ്ണം തന്നോണം. അവൻ തന്നു.
അവൻ രണ്ടെണ്ണം തന്നു, ഒരു മൂന്നെണ്ണം തന്നു. എനിക്കൊരു ഇതിപ്പോ ഉണ്ടാക്കാമല്ലോ ബോ. എനിക്ക് ഒരു 5-6 ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. ഇവിടെ ഞാൻ വെച്ച് ചെന്നു മുന്നോട്ട് കയറുമ്പി. ഇങ്ങനെയാണ് ഗൈസ്, പലർക്കും അബദ്ധം പറ്റാറുണ്ട്. മെയിനായിട്ട് എന്നെ കണക്കത്തെ വലിയ പ്ലെയേഴ്സിനും അബദ്ധമൊക്കെ പറ്റും ഗൈസ്, ശരിയാണ്. അബദ്ധം ഇല്ലാണ്ട് ഒരു പ്ലെയറും ജയിക്കില്ല. ഇല്ല, അബദ്ധം ഇല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇല്ല, പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ അബദ്ധവും ഇല്ല. രണ്ടെണ്ണം വെച്ച് 4 ഉണ്ടാക്കാം. അപ്പൊ അതൊരു നല്ല ഡീലാണ്. എനിക്ക് ഇത്തിരി ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ മൈനിങ്ങിനൊക്കെ പോകേണ്ടി വരും. എനിക്കൊരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഒപ്പിക്കാം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഒപ്പിക്കാം. ഫ്ലിന്റ് ഒരു 4-5 വിക്കറ്റ്സ് ഇട്ടുന്ന തീരും. അത് വേറെ കാര്യം. പൊട്ടല് കാര്യം ക്രീപ്പറിൻ്റെ അകത്ത് പൊട്ടല്ലെന്ന് പറഞ്ഞാൽ പൊട്ടിയിരിക്കും. എനിക്കിതൊരു ഫാം ആക്കണം. ഇവിടെ നിന്നാണ് കേസ് ഞാനിത് ഇത് മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയത് കേസ്. എനിക്ക് തോന്നുന്ന സ്റ്റോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കിയത്. അത് വേറെ കാര്യം കേസ്. ഉണ്ടാക്കിയിട്ട് ഞാൻ ചെറുത് യൂസ് ചെയ്ത് എനിക്ക് എക്സ്പി ഗൈസ് എൻ്റെ നിറച്ച് 45-35 എക്സ്പി ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചത്തിയാണ് എല്ലായിടത്തും. ഞാൻ താഴെ ചാടി തന്നെ 3-4 വട്ടം ഞാൻ ചത്തറിയോ ഗൈസ്. ഞാൻ ചാടിച്ചത്ത് ഭ്രാന്തായിരുന്നു എന്നൊരു എനിക്ക് തോന്നിപ്പോയി. ഗ്രേവ് അപ്പൊ പിടിച്ചിട്ട് ഗ്രേവുള്ള അത്ര മാറും. ക്ലിങ്ങിങ് വരുന്നുണ്ട് അത്രയ്ക്ക്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ടെക്നിക്ക്. ഇതാണ് ഈ ഒരു ഐറ്റംസിന്റെ ഭയങ്കര ടെക്നിക്ക്. ഇതാണ് ഗേസ്. അങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞൊരു ലെസ് പ്ലേ സീരീസ് എനിക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാൻ എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തായാലും ഉള്ളതായിട്ട് അറിയാം. നമ്മളെ പോയ ലെസ് പ്ലേ സീരീസ് നല്ല ഡയമണ്ടൊക്കെ കിട്ടി സെറ്റ്. അതായിരുന്നു എൻ്റെ ഡിലീറ്റ് ആയിപ്പോയി വേൾഡ്. അത്
എനിക്ക് സത്യം പറയാല്ല, അതിൻ്റെ അകത്തിന് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത് അത്ര എടുത്തിട്ട് മൈൻഡ് ചെയ്ത് മാറ്റിയ. ഇതൊക്കെ പേര് ഞാൻ മറന്നുപോയി. ഗൈസ് നമുക്ക് എൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്, ഞാൻ പേര് മറന്നുപോയി. ഒരു സാധനം എന്തോന്ന് അറിയാം, പക്ഷെ പേര് മറന്നുപോയി. ആ സാൻഡ് 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 അവിടെ നിന്ന് മൈൻഡ് ചെയ്തൊക്കെ അങ്ങനെയാണ് ഗൈസ്. ഉണ്ട് അയണത്തി ഗൈസ്. ഞാൻ മിക്കവാറും ഞാൻ പോയി എൻ്റെ ഫോർച്യൂൺ പിക്കാക്സ് എടുത്തിട്ട് വരാം ഗൈസ്. കറക്റ്റ് ടൈമിൽ എനിക്ക് ഇതിൻ്റെ ഫാം ഉണ്ടാക്കണം. ഒരു ഫാമല്ല, ഒരു ഇപ്പം എന്താ എനിക്ക് ഇത് പിക്കാക്സ് ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. എന്തായാലും പൊട്ടാറായത് എന്തായാലും മെൻഡ് ചെയ്യണം. ഞാൻ ഇപ്പം മെൻഡ് ചെയ്യാൻ വിചാരിച്ചേക്കണം ഒറ്റൊരു വഴിയുള്ളൂ, അയൺ വെക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ആൻവില്ലിലേക്ക് കൊണ്ടുവന്ന് അയൺ വെക്കുക, ഇത് വെക്കുക, മെൻഡ് ചെയ്തെടുക്കുക. അതാണ് എൻ്റെ ഇപ്പോൾ എൻ്റെ ആകെയുള്ളൊരു ഒരേ ഒരു വഴി. ചെയ്യാൻ മാത്രം ഇപ്പം ആൻവില്ലും ഇല്ല. ആൻവിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പൊട്ടുകയും ചെയ്തു. അത് അവസാനം മെൻഡ് ചെയ്തപ്പോൾ അത് തന്നെ പൊട്ടി. വേണ്ട, അതൊക്കെ പഠിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ പിക്കാക്സ് ഉണ്ടാക്കി അത് നന്ദി കമ്പൈൻ ചെയ്തിടണം. ഇനി അത് ചെയ്യണം, കമ്പൈൻ ചെയ്ത് എടുക്കാൻ. എനിക്ക് ലെവലുണ്ട്, 4 ലെവൽ സംതിങ് മതി. ഈ ഒരു സാധനം വെൻ്റാവും, ഒരെണ്ണം വെച്ചൊന്നും വെൻ്റാവൂല, ഫുള്ള് വെൻ്റാവൂല ഒരെണ്ണം വെച്ച്. അത് ഇത്ര കേൾക്കണമെങ്കിൽ ചിലപ്പോൾ അതിരിക്കും. ഞാനൊരു ആൻവിൽ ഉണ്ടാക്കട്ടെ. അതിന് മുമ്പ് എനിക്കൊരു ഇതുണ്ടാക്കണം. ആദ്യം നമ്മളെ ബ്രീഡർ ഉണ്ടാക്കണം. എത്ര വൈ ലെവൽ? എന്തായാലും ഡയമണ്ട് മൈനിങ്ങിനൊക്കെ ഇറങ്ങണം. എനിക്ക് ഡയമണ്ട് വേണം. ഐ നീഡ് ഡയമണ്ട്സ്. അത് കോൾ എൻ്റെ ഇതുകൊണ്ട് ഫോർച്യൂൺ 3 വെച്ച് മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല ഗസ്, കാരണം കോള് ഫോർച്യൂൺ 3 എടുത്ത മണ്ടത്തരമായി പോകും. കോള് നമുക്ക് എങ്ങനെ പോയാലും കോൾ ചെയ്യുന്നു. എനിക്ക് എവിടെ നോക്കിയാലും കാണുന്നുണ്ട് ഞാൻ കോള്. എനിക്ക് എവിടെ നോക്കിയാലും കോള് കാണാം. അതാണ് കാരണം കോള് റെയർ അല്ല. ഞാൻ കുറച്ച് അങ്ങോട്ട് പറ്റി മൈൻഡ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ കൂടി ആക്കിയല്ല. എനിക്ക് അവിടെ മൈൻഡ് ചെയ്ത് വരുന്നതിലാണ് എന്നെ കൊണ്ടുവച്ചിറക്കി തന്നെ. ഇത് ആൻഡസൈറ്റ് മൈൻഡ് ചെയ്യാൻ കേസ് എനിക്ക് ഓരോ ബ്ലോക്ക് ടൈപ്പ് മൈൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ ആൻഡസൈറ്റ് ഒക്കെ അത്യാവശ്യമുള്ളതാണ് കേസ്. ആൻഡസൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. എനിക്ക് 2 സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം.
വിത്തൗട്ട് ആൻഡസൈറ്റ് ഓയിൻ ചെയ്യില്ല. ഇപ്പം കൊണ്ടാലും എന്തായാലും രാവിലെ ആയിക്കാണും, അല്ല രാത്രി ആയിക്കാണും. നമ്മൾ ഈ വേൾഡ് തുടങ്ങിയിട്ട് വെറും 31 ദിവസം ആവുന്നുള്ളൂ. Let's fucking go, let's fucking go, let's fucking go, let's fucking go. ഇത് പൊളിച്ചൊന്നും പോകാൻ ഏതാണ്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടാൽ മതി. ഒക്കെ കയറുമ്പി പാട്ടൊന്ന് പാടണി ഒക്കെ കയറുമ്പി കഴിച്ചത് മിക്കവാറും എനിക്ക് ഉറപ്പാണ് പാർട്ടായിട്ട് ഇടാൻ പറ്റില്ല. കാരണം 30 മിനിറ്റൊക്കെ ആയി. 30 മിനിറ്റ് ലെങ്ത് വീഡിയോ പോയിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത വീഡിയോ വരെ ഉണ്ട്. സത്യം പറയുന്നു, 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട വീഡിയോസൊക്കെ ഉണ്ട്. ഗെയിമിംഗ് വീഡിയോസാ ഫുള്ള് ഗെയിമിംഗ് വീഡിയോസ്. എനിക്ക് ഇടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല കേസ്, ഇടാൻ വേണ്ടി മാത്രം ഇതില്ല. ഇതാ അങ്ങനെ ആവല്ല. പാട്ടൊന്ന് പാടടി കയറുമ്പേ പാട്ടൊന്ന് പാടടിയാ. ഇവിടെ എൻ്റെ ഒരു വില്ലേജറൊക്കെ ഉണ്ട്. ഇഷ്ടമാണോ ഞാൻ മതി ഒന്ന് അതിന് ഞാൻ ഗോൾഡൻ ക്യാരറ്റ് കൊടുത്ത് തരാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു വില്ലേജറുണ്ട്. എനിക്കൊരു ഗോൾഡൻ ക്യാരറ്റൊക്കെ ട്രേഡ് ചെയ്യാൻ മാത്രം വില്ലേജ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തിരിപ്പുണ്ടാവും. അതിൻ്റെ വട്ടി ഉണ്ടാക്കുക അയനീസ് പ്രഷ്യസ്. ഇത് ഇങ്ങനെ എങ്ങനെ എടുത്ത് വെച്ചാൽ പോലെ ഡബിൾ ടാപ്പ് ഒന്നും ചെയ്യണ്ട പോലെ അങ്ങനെ പോവാണ്. ഇങ്ങോട്ട് വരിക, ഇതിനെവിടെ ഇങ്ങനെ വെച്ച് ഇതിനെവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇത്രയും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇത് മതി 2-3 ദിവസത്തേക്കൊന്നും പറയാൻ പറ്റില്ല. ഇനിയും വേണ്ടി വരും. ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇത് റീപ്ലേസ് ചെയ്തിട്ട് അവസാനത്തെ ഒരെണ്ണം ഹേവിയല് ഇരിക്കട്ട്, ഒരെണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കട്ട്. ഫുഡും വേണം, ഒരെണ്ണത്തിൽ ഫുഡ് ഇരിക്കട്ടെ. ഇത് മതി എനിക്കിത് മതി. എന്തെങ്കിലും മതിയല്ലേ. അതല്ലേ എൻ്റെ ഇത് മതി ഉറപ്പാ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതിൻ്റെ അല്ല സത്യം പറയുന്നത്. എനിക്ക് ആകെ ഇതിനുണ്ടാക്കാം, എണ്ണുണ്ടാക്കാം. പക്ഷെ അതിനനുസരിച്ച് എനിക്ക് ഓണായാൽ തിരിച്ച് അതിന് മാത്രം എനിക്ക് കിട്ടത്തില്ല. അന്ധഭയം മാത്രമേ എനിക്ക് ഇருக்கு. ഈ ഓണായാലൊന്നും എനിക്കതിനെ തിരിച്ച് കിട്ടില്ല. ഇവിടെ ആൻഡസൈറ്റ് ഈ ഒരു ഗ്രേഡിലായതുകൊണ്ടുള്ള ഈ ഒരു സാധനം മൈൻഡ് ചെയ്യാനുള്ള ലെവലാണ് കേസത്. നിങ്ങൾ ആരെങ്കിലും ഒത്തി എനിക്ക് പറഞ്ഞു കരുതി അയൺ മൈൻഡ് ചെയ്യാനല്ലോ അതിൻ്റെ എനിക്ക് സത്യം പറയുന്ന ഫാമൊന്നും ഇപ്പോൾ ഉണ്ടാക്കുമോ. എനിക്ക് ഒരു ഫാമും ഇപ്പോൾ ഉണ്ടാക്കുള്ളൂ, ഒരു മൂഡ് വരത്തില്ല. എന്നിട്ടും അതിൻ്റെ ഇതെനിക്ക് ഒട്ടും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം അയൺ ഫാം.
എനിക്ക് നിങ്ങളൊരു അയൺ ഫാമിന്റെ ഒരു ഇതെല്ലാം പറഞ്ഞ എനിക്ക് അയൺ ഫാമിൽ കുറച്ച് സെറ്റ് ചെയ്യണം. എനിക്ക് അയൺ ഫാം ഏതും ഇല്ല, അയൺ ഫാം എന്തായാലും സെറ്റ് ചെയ്യണം. അയണിനെ കാട്ടി നല്ല എനിക്ക് സ്റ്റോൺ നിൽക്കണുണ്ട് ഗേസ് ആയിരിക്കണം. കുറച്ചും ചെയ്തെടുക്കും. ഞാനിതിപ്പോ എൻ്റെ ഇരിക്കുന്നൊരു പൊട്ടാണ്. ഞാൻ ഇപ്പൊ പൊട്ടറാവേണേ ഞാൻ അത് കൊണ്ട് വേണ്ടി ഉറപ്പാ. എൻ്റെ ഉള്ള അയണും ഞാൻ കൊടുത്ത് വേണ്ടി ചെയ്യും, എന്തായാലും വേണ്ടി ചെയ്യും. കാരണം എനിക്കിത് വേസ്റ്റ് ആകാൻ എനിക്ക് കളയാൻ വയ്യ. കഷ്ടപ്പെട്ട് ഞാൻ എത്ര സ്പീഡ് റൺ നടക്കാണ് ചെയ്തെടുത്ത. എനിക്കറിയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. സ്പീഡ് റൺ കിടന്ന് ഓടി ഗൈസ്. ഞാൻ ട്രെയിൻ മാറ്റുമോ ഞാൻ കിടന്ന് പേടിച്ച് കിടന്ന് ഓടി ഗൈസ്. മാറ്റി അപ്പൊ ജാവ ബെഡ്റൊക്കെ ഏതോ ഇതാണ്, അതിൻ്റെ അകത്ത് മാറ്റൂല ഗൈസ്. ഞാൻ ഈ കളിക്കുന്ന ജാവയാണ്. ബെഡ്റോക്ക് എഡിഷൻ ആണ്, ജാവ എഡിഷൻ ആണ്, ഏതാണ് നിങ്ങൾ പറയുക? ഇതാണ് എന്റെ ജിയോട് ജിയോടെ 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 സ്പൈ ഗ്ലാസ് സിൽക്ക് ടച്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ചുമ്മാ ഒരു കൗതുകത്തിൽ ചെയ്യുന്നതാണ്. കിട്ടി. വലുതല്ലൊന്നും ഒന്നും കിട്ടൂലല്ലേ, വലുതേ കിട്ടുള്ളൂ. വലുതേ കിട്ടുള്ളൂ, ചെറുതിനൊന്നും കിട്ടൂല. അതായത് ഇതേതൊന്നും കിട്ടൂല. എനിക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. വീട്ടിലോട്ട് മണ്ടലോട്ട് ബ്ലോക്ക് എടുക്കുക.